ഖുർആൻ കയറുക എന്ന് പറഞ്ഞാൽ കുറേ നിസ്കരിക്കുന്നല്ല, അതൊന്നല്ല. ചില ആളുകളുണ്ട് സഖറത്തിൻ അലാ വജ്ഹിൽ മാഇ, റസൂൽ പറഞ്ഞു ചില ആളുകളുണ്ട് അവർ ജലമുഖത്ത് വെച്ച പാറക്കല്ല് പോലെയാണെന്ന് പുണ്യ റസൂൽ. വെള്ളം അതിൽ തട്ടും, പക്ഷെ വെള്ളം ഉള്ളിക്കൂല. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് നിർത്തിയിട്ട് നാളെ പറയാം. മനസ്സിലായില്ല? നിസ്കാരം തട്ടുന്നുണ്ടാവും, പക്ഷെ ഉള്ളു കയറൂല. ചില മനുഷ്യന്മാരുണ്ട് സഖറത്തിൻ അലാ വജ്ഹിൽ മാഇ, ജലമുഖത്ത് വെച്ച പാറക്കല്ല് പോലെയാണ്, ഇങ്ങനെ നിൽക്കും, വെള്ളം അതിൽ തട്ടും, ഉള്ളു കയറില്ല. ലാ തശ്റബൂ അർത്ഥം നിങ്ങൾക്ക് ഉംറ വിസക്ക് പോയവർക്ക് അറിയാം. ലാ തശ്റബൂ, വെള്ളം കുടിക്കൂല. ബാക്കിലുള്ള കൊടുക്കൂല. ഒരു കനാലിന്റെ മുഖത്ത് എന്ത് വെച്ച്, പാറ എന്ത് വെച്ച്, പാറക്കൽ വെച്ച്. അവരൊരു സ്ഥലത്തുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലുള്ള ഒരാൾക്കും ഒരു നന്മ ഉണ്ടാവില്ല. കാരണം എല്ലാ നന്മയും തടഞ്ഞുകൊണ്ട് ജനമുഖത്ത് അവരുണ്ടാവും. ഇതാണ് ചില മനുഷ്യന്മാർ സഖറത്തിൻ അലാ വജ്ഹിൽ മാഇ, ചില മനുഷ്യർ ജലമുഖത്ത് വെച്ച പാറക്കല്ല് പോലെയായിരിക്കുമെന്ന് പുണ്യ റസൂൽ. വെള്ളത്തിന് തൊട്ടുന്നുണ്ടാവും, വെള്ളം അങ്ങനെ ഒന്ന് അടിക്കുന്നുണ്ടാവും, വെള്ളം അടിച്ച അടയാളം പുറത്തൊക്കെ ഉണ്ടാവും. ആ അടയാളാണ് എന്ത്? എന്താണ് നോക്കി നിങ്ങള്? ഇവിടെ ഇങ്ങനെ അടിക്കും, തെര വന്നിട്ട് ഇങ്ങനെ അടിക്കും, ഉള്ളുകള് മൂപ്പരവിടെ ഉണ്ടെങ്കിൽ 8 മനുഷ്യ ദൂരം ഒന്നും മനുഷ്യന്മാർക്ക് നിൽക്കാൻ പറ്റില്ല. ആദ്യത്തെ സ്വഭാവമായിരിക്കും. നമ്മളെ കാക്കട്ടെ. അതാണ് കുഴപ്പം. അതാണ് പാറക്കൽ. എന്തൊരു ഉപമയാണ് ആ പറഞ്ഞതൊക്കെ. കൊല്ലങ്ങളോളം, നൂറ്റാണ്ട്, സഹസ്രാബ്ദങ്ങളോളം അടിച്ചടിച്ച് ഈ പാറന്റെ പുറത്ത് നല്ല അടയാളുണ്ട്. പക്ഷെ ഒരു നെയിൽ കട്ടോടൊന്നും ചുരണ്ടി വെക്കാൻ മതി, ഒന്നും. ഇതാണ് ചില മനുഷ്യന്മാർ എന്ന് പുണ്യ റസൂൽ. അത് ആരുമല്ല, ആരണ്യ നമ്മളെന്നെ. നമ്മളെ പറ്റി തഴമ്പുണ്ട്, നല്ല തഴമ്പുണ്ട്, നല്ല ഉഷാറ്, നല്ല തഴമ്പ്, ഒക്കെ ശരിയാ. കൊടുത്ത് തഴമ്പ് പിടിച്ച കൈ, വയറിൽ പറഞ്ഞിട്ട് തഴമ്പ് പിടിച്ച നാവ്, നിസ്കരിച്ചിട്ട് തഴമ്പ് പിടിച്ച നെറ്റി, ഒക്കെ നമുക്കുണ്ട്. പക്ഷേ വർത്താനം പറയാൻ പറ്റില്ല. 1-2 വർത്താനം പറഞ്ഞാൽ പിന്നെ തോന്നിയ സംഭവം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് പിന്നെ നമ്മള് എന്തെങ്കിലും ഒരു കുത്തിരിപ്പുണ്ടാക്കാതെ നമുക്ക് കാണണമെന്ന് കഴിയില്ല. ഒരു കള്ളൻ മകളെ വീട്ടിൽ വിരുന്നു പോയി, ഒരു കാട്ടുണ്ട്. മകളെ വീട്ടിൽ കള്ളൻ വിരുന്നു പോയത്. നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ബാപ്പാക്ക് നല്ല വായൊക്കെ ഒരുക്കി കൊടുത്ത് ഇറക്കി. ബാപ്പാക്കുണ്ടോ ഉറങ്ങാൻ കഴിയണം. പിരിഞ്ഞു കൊണ്ടും കിടന്നു, ഉറക്കം വന്നില്ല. പിന്നെ നേരം പിടുത്തം ഉറങ്ങാൻ കഴിയണില്ല. വിരുന്നതാണ് ഭാര്യയുടെ മോളെ വരെയൊക്കെ, പക്ഷെ ഉറങ്ങാനില്ല. അവസാനം പിന്നെ മൂപ്പരെ ഇറങ്ങി നിലാവൾ ഉച്ചത്ത് കൂടെ പോയി അടുത്ത വീട്ടിലെ ഒന്നും കിട്ടിയില്ല. അപ്പൊ അടുത്ത വീട്ടിലെ പിന്നെ കിണറിന്റെ ബക്കറ്റ് അയച്ചിട്ട് മൂപ്പര് കൊണ്ടുവന്നത് മൂപ്പരെ തലക്കം പറത്ത് വെച്ച് കുറുക്കം വെച്ചാൽ ഉറങ്ങി. ഉഷാറായിട്ട് ഉറങ്ങി. രാവിലെ ബഹളം കേട്ടിട്ടാ ഉണരുന്നത്. അപ്പൊ പറഞ്ഞു എന്താണ് കൊടുത്താളെ കുട്ടികളെ, അപ്പൊ ഉറക്കം വന്നില്ല, അങ്ങനെ കാട്ടിയതാണ്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഉപ്പാക്ക് എന്തെങ്കിലും ഒന്ന് കക്കാതെ ഉറങ്ങാൻ കഴിയില്ല. അത് എത്ര ബിരിയാണി എന്നിട്ട് ഉപ്പാക്കത്തോണ്ടൊരു കാര്യമല്ല. എന്നാലും കക്ക രാവിലെ കൊടുക്കാം, എന്നാലും ഉപ്പാക്കത് രീതിയായി പോയി. കക്കാതെ ഉറങ്ങാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക്. എവിടെയും ഉറങ്ങിക്കിടക്കുകയാണ്. അത് ഉണർത്തുന്നവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാകുമെന്ന് പുണ്യ റസൂൽ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതല്ല, നമ്മളെ പോരാ, നമ്മുടെ അയൽപക്കം തന്നെ. ഖുർആനിന്റെ പരിവർത്തനം എന്താ? ഖുർആനിന്റെ പരിവർത്തനമുള്ള ജനതയെ പുണ്യ റസൂൽ പഠിപ്പിച്ചു. അത് ഉപ്പാനെ ബഹുമാനിക്കും. സ്വർഗത്തിന് 8 വാതിലുണ്ട്. നടുവിലെ വാതിൽ ബാപ്പയുടെ പേരിലുള്ള വാതിലാണ്. പിന്നെ എങ്ങനെ ബാപ്പാനെ ബഹുമാനിക്കാതിരിക്കുക? ബാപ്പാനെ ബഹുമാനിച്ചവർ മാത്രമേ സ്വർഗത്തിന്റെ വാതിലിൽ കയറൂന്ന് പുണ്യ റസൂൽ. ഹദീസ് കേൾക്കാം. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. സ്വർഗത്തിന്റെ വാതിലിൽ ഏറ്റവും നടുവിലെ വാതിൽ ബാപ്പായുടെ പേരിലുള്ള വാതിലാണെന്ന് പുണ്യ റസൂൽ. അൽ ജന്നതു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം
ലുഖ്മാൻ ഹക്കീമിനെ പറ്റി പഠിപ്പിച്ചു മഹാനായ സയ്യിദ്ന ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ലൈസ ബിനബിയ്യിൻ, നബിയല്ല, പക്ഷേ വലിയ മഹാനായ തത്വചിന്തകനായിരുന്നു സയ്യിദ്ന ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ലുഖ്മാൻ റളിയല്ലാഹു വലിയ മഹാന. ഖുർആനിൽ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു അധ്യായമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ്ന ലുഖ്മാൻ നബിയല്ല, നബിമാരുടെ മൊത്തം പേരിലും ഖുർആനിൽ അധ്യായവും ഇല്ലല്ലോ. എന്നാലും നബി അല്ലാത്ത ആളുകളുടെ പേരിലും അധ്യായമുണ്ട്. അതിൽപ്പെട്ടതാണ് മഹാനായ സയ്യിദ്ന ലുഖ്മാൻ. ഓ ഉമ്മുന മറിയം, പറ ഉമ്മുന മറിയം റളിയല്ലാഹു അൻഹ നബിയല്ല. ലുഖ്മാൻ നബിയല്ല, മൊത്തം നബിമാരുടെ പേരിലും അധ്യായവും ഇല്ല. അവരെ പറഞ്ഞിട്ടുമില്ല മൊത്തം നബിമാരെ. 25 നബിമാരെ മാത്രമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മഹാനായ സയ്യിദ്ന ലുഖ്മാൻ ഉറക്കെ പറ റളിയല്ലാഹു അൻഹു. ഈ സ്ഥാനം, വലിയ സ്ഥാനം ഖുർആൻ ആ മഹാന് കൊടുത്തു. എന്റെ ബിഖിദ്മത്തിഹി ലിഉമ്മിഹി, ഉമ്മാക്ക് കൊടുത്ത ഖിദ്മത്താണ്. കാരണം ഭയങ്കര സേവനം ചെയ്തു. ആർക്ക്? ഉമ്മാക്ക്. ഭയങ്കര. ഉമ്മ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാതെ, ഉമ്മാക്ക് വേണ്ടതിന് വേണ്ടിയല്ലാതെ ഒരു രാവിലെയും ലുഖ്മാൻ പുറത്തിറങ്ങാറില്ല. എപ്പോഴും രാവിലെ ഇറങ്ങുമ്പോ പറയാം, ഉമ്മ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഇറങ്ങുന്നത്. ഇന്ന് ഞാൻ എന്താണ് ഉമ്മാക്ക് കൊണ്ടുവരേണ്ടത്? ഉമ്മാക്ക് എന്തോ ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടിയാ പുറത്തു പോവാ. എന്തിനു പോയാലും ഉമ്മാക്ക് വേണ്ടിയേ പോകുള്ളൂ സയ്യിദ്ന ലുഖ്മാൻ. ഒരിക്കൽ ഒരു ദിവസം ഇറങ്ങുമ്പോ ചോദിച്ചു, ഉമ്മ മറത്തുരുമ്പ് മിന്നി, ഇന്ന് എന്താണ് ഉമ്മ അങ്ങക്ക് വേണ്ടത്? അപ്പോൾ പറഞ്ഞു, മോനെ ഇന്ന് വേണ്ടത് നീ നിന്റെ തൊഴിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവാ. മോനെ, ഇന്ന് നീ തൊഴിലും കഴിഞ്ഞ് വരുമ്പോ ഒരു പിടി മണ്ണ് സ്വർഗത്തിന് കൊണ്ടുവാ, അതാണ് ഇന്ന് എനിക്ക് വേണ്ടത് എന്ന് ഉമ്മു ലുഖ്മാനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. അപ്പോൾ ലുഖ്മാൻ വളരെ വിനയം കാണിച്ചു പറഞ്ഞു, ഉമ്മ കൈഫ അത്ലുബുഹാ ഖാരിജൽ ബൈത്തി, ഞാൻ സ്വർഗത്തിലെ മണ്ണല്ലേ, അത് ഈ വീട്ടിന്റെ പുറത്തുനിന്ന് എവിടുന്ന് കിട്ടാനാണ്? അതിനുവേണ്ടി എങ്ങനെ പുറത്തു പോകാൻ കഴിയും? എന്നിട്ട് എന്ത് ചെയ്തു? ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് ഉമ്മയിലേക്ക് കൈനീട്ടി സയ്യിദ്ന ലുഖ്മാൻ. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ സ്വർഗത്തിലെ മണ്ണ് ഞാൻ കൊണ്ടുവരാം, പക്ഷേ ഈ വീട്ടിന്റെ പുറത്ത് എവിടുന്ന് എനിക്ക് കിട്ടാനാ? എനിക്ക് സ്വർഗത്തിലെ മണ്ണ് ഈ പോലെ എന്നെ കിട്ടും. വേഗം ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു പിടി മണ്ണെടുത്ത്, ഇതാണ് ഉമ്മ സ്വർഗത്തിലെ മണ്ണ് എന്ന് ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തു സയ്യിദ്ന ലുഖ്മാൻ. ഉറക്കപ്പറ സയ്യിദ്ന ലുഖ്മാൻ. ഇത് പഠിച്ചൊരാ സ്വഹാബുൽ മുസ്തഫ. പിന്നെ അങ്ങനെ ഒരു ഉമ്മാനൊക്കെ ഉമ്മാനെ ചുമന്നുകൊണ്ട് ഒരു സ്വഹാബി തവാഫ് ചെയ്യുന്നത് പുണ്യ റസൂൽ കണ്ടു. ഉറക്കപ്പറ പുണ്യ റസൂൽ യമനിൽ. അപ്പോൾ പറഞ്ഞു ആ സ്വഹാബി, ചിന്തിക്ക് ഖുർആന്റെ ജനതക്ക് വന്ന പരിവർത്തനം, ഖുർആൻ കുടുംബത്തിലുണ്ടാക്കിയ പരിവർത്തനം. ഒരു സ്വഹാബി ഇങ്ങനെ കഅബ തവാഫ് ചെയ്യുന്നുണ്ട്. പുണ്യ റസൂല് ഇതാ ഹജ്ജ് ചെയ്യുന്ന വേളയാ, ഒരു സ്വഹാബി ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്വഹാബി നബിയോട് പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് യമനിൽ നിന്ന് വന്നതാണ്. അന ബഈർ ഉമ്മി, ഞാൻ എന്റെ ഉമ്മായുടെ ഒട്ടകമാണ്. ഞാൻ യമനിൽ നിന്ന് ഏറ്റിക്കൊണ്ടുവരിക എന്റെ ഉമ്മയെ, യമനിൽ നിന്നാ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഞാൻ ഇതാ ഏറ്റിക്കൊണ്ട് തന്നെ തവാഫ് ചെയ്തു. ഹൽ അദ്ദൈതു ഹഖഹാ, എന്റെ ഉമ്മയുടെ കടമ ഞാൻ വീട്ടിയിട്ടില്ലേ? ഇല്ല. വലൗ ബിഹഖിൻ വാഹിദിൻ, ഒരു കടമ പോലും ഇപ്പോഴും വീടിയിട്ടില്ല എന്ന് പുണ്യ റസൂൽ മനുഷ്യനോട് പറഞ്ഞു. എവിടുന്ന കൊണ്ടുവരുന്നത്? യമനിന്ന് കൊണ്ടുവരാ, യമനിന്ന് കൊണ്ടുവരാ. അനേകാനേകം കിലോമീറ്ററുകൾ ദൂരെ നിന്ന് കൊണ്ടുവരികയാണ് ഈ മനുഷ്യൻ. പറയും ചെയ്തു, അന ബഈറുഹ, ഞാൻ എന്റെ ഉമ്മയുടെ ഒട്ടകമാ. ഞാൻ എന്റെ ഉമ്മയെ യമനിൽ നിന്ന് ഏറ്റി കൊണ്ടുവന്നതാണ്. ഞാൻ എന്റെ ഉമ്മയുടെ ഒട്ടകമാ. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഞാൻ കടമ വീട്ടിയിട്ടില്ലേ നബിയെ? ഒരു കടമ പോലും ഇപ്പോഴും വീടിയിട്ടില്ലെന്ന് പുണ്യ റസൂൽ. പിന്നെ എങ്ങനെ അവര് മനോമനിക്കാതിരിക്കും? അവർക്ക് മാറ്റം ഉണ്ടായില്ലേ? അവർക്ക് മാറ്റമുണ്ടായി. കുടുംബത്തിൽ അവർക്ക് വ്യത്യാസമുണ്ടായി. ഉമ്മയോടും ഉപ്പയോടും പെങ്ങളോടും
അയൽക്കാരനോടും എത്ര അമലുണ്ടെങ്കിലും അയൽവാസിയുടെ കാര്യത്തിൽ പലരും നരകത്തിലേക്ക് ബന്ധിതരാകുമെന്ന് പുണ്യനബി. എത്ര അമലുണ്ടായിട്ടും കാര്യമില്ല. ചിലപ്പോൾ അയൽക്കാരുടെ കാര്യത്തിലും ചിലപ്പോൾ നരകത്തിലേക്കുള്ള സംഘത്തിൽ ബന്ധിതനാകുമെന്ന് പുണ്യ റസൂൽ. അതെങ്ങനെയാ നബി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ അയൽക്കാരനോട് ഒരു നന്മയിലും സഹകരിച്ചില്ല. ഇയാൾക്ക് സ്വർഗം വിധിക്കുമ്പോൾ അയൽക്കാരൻ ഓടി വരും, അല്ലാഹുവേ തഫ്തഹ് ലഹു ബാബ റഹ്മതിക, നിന്റെ റഹ്മത്തിന്റെ വാതിൽ ഇയാൾക്ക് നീ തുറന്നു കൊടുക്കുകയാണ്. അയാൾ എന്റെ നേർക്ക് വാതിൽ അടച്ചവനാ. മനസ്സിലായില്ലേ പറഞ്ഞ? അയാൾ എന്റെ നേർക്ക് വാതിൽ അടച്ചവനാ. നീ അയാൾക്ക് റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയോ تفتح له باب رحمتك وهو أغلق بابه دوني. ഞാൻ വരാതിരിക്കാൻ വാതിലടച്ചവന. എന്റെ പ്രയാസമുള്ള സമയത്ത് എന്റെ നേർക്കുള്ള എന്റെ വീട്ടിന്റെ നേർക്കുള്ള വാതിൽ തുറക്കാത്തവനാ. അവന് വേണ്ടി നിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറക്കുകയോ അത്തരം ആളുകളുടെ അമല് അല്ലാഹു ഹബാ തൂളിയായി വലിച്ചെറിയും. ഖുർആൻ അവരെ പരിവർത്തിപ്പിച്ചു. ഖുർആൻ അവരിൽ മാറ്റമുണ്ടായി. അവർ വയസ്സ് മൂടിയപ്പോൾ അമുസ്ലിമീങ്ങളെ പോലും ബഹുമാനിച്ചു. ചിന്തിക്കുന്നു, ഒരു വയസ്സനായ ഒരാളുണ്ടായിരുന്നു എന്റെ നാട്ടിൽ, കറുത്താൻ പേരില്ല. അയാളെ കറുത്തേന്ന് വിളിച്ചതിന്റെ പേരിൽ ബാപ്പന്നെ അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കറുത്തേന്ന് വലിയപ്പന്റെ വയസ്സിലുണ്ടായ കറുത്തേന്ന് വിളിച്ചു. കറുത്തെന്ന് പേരുള്ള ഒരാളുടെ എന്റെ നാട്ടിൽ. ഈ കറുത്ത ഒരു പാവപ്പെട്ട കൂലി തൊഴിലാളികളാണ്, പറ്റേ ഒരു അധസ്ഥിത വർഗത്തിൽപ്പെട്ട കൂലി തൊഴിലാളി. കറുത്തേന്ന് വിളിച്ചതിന്റെ പേരിൽ ബാപ്പന്നെ കാലിന്റെ അടിയിൽ അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. നിങ്ങൾ ചിന്തിക്കുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൂർണ്ണമായ മാറ്റം ഉണ്ടായി. അവരൊരാളെയും ആക്രമിച്ചില്ല. ചിന്തിക്കുക, അവർക്ക് സമൂലമായ പരിവർത്തനം ഉണ്ടായി അവരുടെ ജീവിതത്തിൽ. ഞാൻ അവസാനിപ്പിക്കാണ്, ബാങ്ക് കൊടുക്കുന്നത് അവസാനിപ്പിക്കാണ്. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين وبسائر المذكورين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام.